നോമ്പിൻ്റെ ക്ഷീണം മാറാൻ കഴിക്കുന്ന തരിക്കഞ്ഞി ഉണ്ടാക്കാം ഇന്ന്. മലബാറുകാരുടെ പ്രത്യേകിച്ചും മലപ്പുറംകാരുടെ ടേസ്റ്റിയായ തരിക്കഞ്ഞി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് നോമ്പ് കാലത്ത് മാത്രമല്ല ആർക്ക് വേണ്ടെങ്കിലും എപ്പോൾ വേണ്ടെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണ്. ഒരു പാത്രം വെച്ച് ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ മധുരത്തിന് വേണ്ടി 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാര വെള്ളത്തിൽ അലിയുന്നത് വരെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാര നന്നായി അലിഞ്ഞു വന്നതിന് ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വറുത്ത റവ ഇട്ട് കൊടുക്കുക. റവയൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇത് വേവിച്ചെടുക്കുന്നത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടായിരിക്കണം. അങ്ങനെ ആവുമ്പോഴേ ഈ റവ നന്നായി വെന്ത് വരൂ. അറിയാലോ, റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കട്ട പിടിക്കും. കൈവിടാതെ ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ വെള്ളം വറ്റി റവ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 കപ്പ് പാലൊഴിച്ചു കൊടുക്കുക. ഇത് സാധാരണ നമ്മൾ ചായക്ക് യൂസ് ചെയ്യുന്ന പാലാണ്. ഈ പാലിന് പകരം തേങ്ങാപ്പാൽ ഒഴിച്ച് വേണ്ടിക്കലും ഇത് ഉണ്ടാക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഫ്ലെയിം മീഡിയത്തിലാക്കി വേണം ഇത് തിളപ്പിച്ചെടുക്കാൻ. ഇതേപോലെ ഉണ്ടാക്കുന്ന റവക്കഞ്ഞി കട്ടിയില്ലാതെയാണ് ഉണ്ടാക്കുന്നത്. ഗ്ലാസ്സിലൊഴിച്ച് കുടിക്കാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം ഇതിന് വേണ്ടത്. ഇത് ഹെൽത്തി ആയൊരു എനർജറ്റിക് ഡ്രിങ്ക് എന്ന് വേണ്ടിക്കലും പറയാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടി പഞ്ചസാരയും ഏലക്കാക്കുരും കൂടി പൊടിച്ച 1 ടീസ്പൂൺ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. വീണ്ടും ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇത് കൂടുതൽ തിളച്ച് പാല് കുറുകി കട്ടിയാകാൻ പാടില്ല. ഇതിലിടുന്ന പഞ്ചസാരേൻ്റെ അളവ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഇട്ട് കൊടുക്കാം. തരിക്കഞ്ഞിയിൽ കൂടുതൽ മധുരം ഇല്ലാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതുപോലെ ഉണ്ടാക്കി സ്കൂൾ വിട്ടുവരുന്ന കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാലും നല്ലതായിരിക്കും. ഇതുപോലെ ഉണ്ടാക്കി വൈകുന്നേരങ്ങളിലൊക്കെ കുടിക്കാൻ നല്ലതായിരിക്കും. ഇത് നോമ്പ് കാലത്ത് തന്നെ ഉണ്ടാക്കണമെന്നൊന്നുമില്ല, ഏത് സമയത്ത് വേണ്ടെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലും കൂടി ഒഴിക്കുമ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നന്നായി മിക്സ് ചെയ്ത് തിള വരുന്നതിന് മുമ്പേ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രം വെച്ച് ബട്ടറോ നെയ്യോ ഇട്ട് കൊടുക്കുക. കുറച്ച് കാഷ്യൂ നട്ട് ഇട്ട് അതൊന്ന് ഫ്രൈ ആയതിന് ശേഷം ചെറുതായി കട്ട് ചെയ്ത ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളി നെയ്യിൽ മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമായിരിക്കും. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഉള്ളി നന്നായി മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് റൈസിൻസും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി വഴറ്റി മൂത്ത് വന്നതിന് ശേഷം തരിക്കഞ്ഞിയിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മലബാറുകാരുടെ സ്പെഷ്യൽ തരിക്കഞ്ഞി റെഡിയായി. നിങ്ങൾ ഇതുപോലെയാണോ തരിക്കഞ്ഞി ഉണ്ടാക്കുന്നത്, അതോ തേങ്ങാപ്പാലിലാണോ ഉണ്ടാക്കുന്നത്? ഇതിൻ്റെ നല്ല ചൂട് മാറിയതിന് ശേഷം വേണം ഇത് കുടിക്കാൻ. അപ്പോഴായിരിക്കും ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് മനസ്സിലാവുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.